ഹലോ ഗൈസ്, നമുക്കിന്നൊരു കാടമുട്ട ഫ്രൈ ഉണ്ടാക്കിയാലോ. കുറേ നാളായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കണതിന് വേണ്ടി ഒരു പാക്കറ്റ് കാടമുട്ട എടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി തിളപ്പിച്ചെടുത്ത മുട്ടയെ നമുക്ക് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. ഒരു പാക്കറ്റിൽ 10 മുട്ടയാണുള്ളത് കേട്ടോ. 40 രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ട് മുട്ടയുടെ തോടെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിയാതെ നോക്കണം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചെടുക്കുക. ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കുക. കറിവേപ്പില ഇട്ട ശേഷം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്ന ശേഷം നമുക്കതിലോട്ട് മസാലപ്പൊടിയിലിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആദ്യം ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം നമ്മുടെ ഓയിലും കരിവേപ്പിലയിലോട്ടും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് അതിൽ പിടിക്കത്തുള്ളൂ. ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാടമുട്ടയെല്ലാം ഇട്ട് കൊടുക്കുക. ഇട്ടത് മുട്ടയിലോട്ട് മസാലയെല്ലാം പിടിക്കത്തക്ക വിധത്തിൽ എല്ലാം കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുട്ട പൊട്ടിപ്പോവും. ഞാൻ ഒരു മുട്ട പൊളിച്ചപ്പോൾ തന്നെ ഒരെണ്ണം ഇളകിയായിരുന്നു. അപ്പോൾ നമ്മുടെ കാടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.